കയ്യിൽ മാതൃഭൂമി പത്രം, കൂടെ നല്ല ചൂടൻ ചായ, കുശലം പറയാൻ നല്ല നാട്ടുകാർ. അതായത് അമേരിക്കയിൽ ട്രംപും മസ്കും തമ്മിലുള്ള പ്രശ്നം മുതൽ ഈ നാട്ടിലെ പഞ്ചായത്തിലെ പ്രശ്നങ്ങളടക്കം ചർച്ച ചെയ്യുന്ന നല്ല നാട്ടുകാർ. ഇതിനപ്പുറം എന്ത് വേണം? അന്തസ്. ഇതാണ് വെള്ളനാടിൻ്റെ അലാറം. അതായത് പുലർച്ചെ 3 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ രവിയേട്ടനും രവിയുടെ കടയും തുറന്നിരിക്കും. അല്ലേ രവിയേട്ടാ? അതെ, അതിന് മാറ്റമില്ല. ഇതിപ്പോൾ എത്ര വർഷമായി നമ്മൾ ഇങ്ങനെ ഈ 3 മണിക്ക് തുടങ്ങിയിട്ട്? 3 മണിക്ക് തുടങ്ങിയിട്ട് 10-20 വർഷം. അപ്പോൾ എപ്പോൾ അടയ്ക്കും? അടയ്ക്കണം, നേരത്തെ അടയ്ക്കും. 7:30 മണിയാകുമ്പോഴത്തേക്ക് അടയ്ക്കും. വൈകിട്ട് രാവിലെ തുടങ്ങിയിട്ട്? രാവിലെ തുടങ്ങി. ഉറക്കമൊന്നുമില്ലേ? ഉറക്കമുണ്ട്. ഉച്ചയ്ക്ക് 1/2 മണിക്കൂർ കിടന്ന് ഉറങ്ങും. 4:30ക്ക് തന്നെ ഇറച്ചിയും പൊറോട്ടയും ആയിരിക്കും. റെഡിയായിരിക്കും. രാവിലെ നമുക്ക് ഇടിയപ്പം, അപ്പം, പൊറോട്ട, ദോശ. ഈ 4 ഐറ്റം തന്നെ. നമ്മളെ മെയിൻ ഫോക്കസ് 30 രൂപയുടെ ചിക്കൻ കറിയാണ്. ഇതെങ്ങനെ മുതലാവുന്നത്? 30 രൂപ മുതലാവണല്ല, നമ്മൾ നല്ല കറി വെച്ചിട്ട് ഈ കഷ്ണം ചെറിയ പീസിലാക്കി, 1 പീസ് എന്നുള്ളത് 3 പീസാക്കി, ഒരു 5 പീസെങ്കിലും കാണും. ചെറിയ കഷ്ണം തന്നെ, ചെറിയ കഷ്ണം. അത് നല്ല കറി. 4 ദോശയും ഒരു ചിക്കൻ കറിയും 50 രൂപ. 50 രൂപ. 3 പൊറോട്ടയും ചിക്കൻ കറിയും 60 രൂപ. അതെ, വെറും ചിക്കൻ കറി വാങ്ങിക്കാൻ 30 രൂപയ്ക്ക് കണക്കായിട്ട് വന്നാൽ 30 രൂപ തന്നെ. തുടങ്ങിയ സമയത്ത് എത്രയായിരുന്നു? 30 തന്നെ. അന്ന് 30 തന്നെ. ഈ 10 വർഷമായിട്ട് 30 തന്നെ. മാറ്റം വന്നിട്ടില്ല. 10:30 മണിയാകുമ്പോഴത്തേക്ക് ഇറച്ചിയിലത് ക്ലോസ് ചെയ്താൽ പിന്നെ എണ്ണപ്പലഹാരമാണ്. വട, ഉഴുന്നുവട, പരിപ്പ് വട, വാഴയ്ക്കപ്പം, ഏത്തയ്ക്ക റോസ്റ്റ്, ഉള്ളിവട, ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ വൈകുന്നേരം വരെ, വൈകിട്ട് വരെ. 7 മണി അടയ്ക്കും. 7 മണിയാകുമ്പോൾ അടയ്ക്കും. ഇപ്പോൾ വീട് എവിടെയാണ് താമസമൊക്കെ? വീട് ഇതിൻ്റെ അടുത്ത് തന്നെ. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തോട്ടാണ്. നമ്മളിപ്പോൾ തുടക്കം എവിടെയായിരുന്നു ചായക്കട? അതെയോ? അത് ഞാൻ വാടകയ്ക്കിരുന്നതാണ്. വെള്ളനാടായിരുന്നു. വെള്ളനാട് 18 വർഷം വെള്ളനാട് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം സിറ്റിയിൽ 10 വർഷം ഉണ്ടായിരുന്നു കട നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഹോട്ടൽ ഫീൽഡ് എത്ര വർഷമായി? 55 വർഷം. രവിയേട്ടനും രവിയുടെ സഹായിച്ച ഒരാളും നിങ്ങൾ 2 പേരുണ്ടാവും. അതെ. ഒരു ചായ, ഒരു പഴംപൊരി. ഇതാണ് ഞങ്ങളുടെ അലാറം. രാവിലെ ഞങ്ങൾ 2:30 വിളിച്ചു കൊടുക്കുന്ന ആളാണ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും. രാവിലെ എപ്പോൾ വരും? രാവിലെ 3 മണിക്ക് വരും. 3 മണിക്ക് വരും. അതുകൊണ്ട് വിളിച്ചെണീപ്പിക്കും ഇവരെ. 3 മണിക്ക് വിളിച്ചത് 3:30 ആകുമ്പോൾ ചായ ആവും. അതും കുടിച്ചും കൊണ്ട് പിന്നെ 4 മണിയാകുമ്പോൾ അടുത്തൊരു ചായയും കുടിച്ചു പോയി പശുവിനെ കറന്നിട്ട് പണി കഴിഞ്ഞു. ഇന്നത്തെ പണി കഴിഞ്ഞ് അടുത്ത തോട്ടത്തിൽ പോകും. നല്ല ചൂട് ചിങ്ങറി. ഇത് അകത്ത് ഒരു 10 പേർക്ക് കഷ്ടിയിരുന്ന് കഴിക്കാൻ പറ്റും. നമ്മൾ പിന്നെ പുറത്ത് ആംബിയൻസ്, കാരണം നല്ല ഒരു മഴ മാറിയ സമയമാണ്. പിന്നെ നല്ല രാവിലത്തെ കാലാവസ്ഥ. അപ്പോൾ ഇവിടെ നിന്ന് പുറന്നാക്കാൻ വെച്ചു ഭക്ഷണം. ചിങ്ങറി ഫുൾ ടൈം ചൂടായിക്കൊണ്ടിരിക്കും കേട്ടോ. 30 രൂപ അത്യാവശ്യം ഭയങ്കര ലാഭമല്ല. നമുക്ക് 5 കഷ്ണം പീസ് ഉണ്ട്. ആ ചിങ്ങറിയുടെ മണം, ആ മണം കിട്ടുമ്പോൾ തന്നെ വായിൽ കപ്പുടിയുള്ള വെള്ളം കിട്ടും. എന്തായാലും 30 രൂപയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മുതലാണ്. രവിയുടെ ആ 30 രൂപയ്ക്ക് മുതലാവോ എന്നുള്ള കാര്യം സംശയമാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും. നേരെ നമ്മുടെ വെള്ളനാട് വന്നാൽ, വെള്ളനാടത്തിൻ്റെ കുറച്ചകത്തേക്ക് കണ്ണമ്പള്ളി ജംഗ്ഷൻ, അത് ചോദിച്ചാൽ പറഞ്ഞൊരു കണ്ണമ്പള്ളി ജംഗ്ഷനിൽ വന്നാൽ തന്നെ കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രാവിലെ സമയം പറയട്ടോ, 11 മണിയാകുമ്പോഴത്തെ ചിക്കൻ കറി തീരും കേട്ടോ. രാവിലെ കഴിയുന്നോ എത്രയും നേരത്തെ എത്താൻ പറ്റുമോ എത്രയും നേരത്തെ വരുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരു ആ ആംബിയൻസ്, ആ ഒരു ഫീല്. 5 മണിയാകുമ്പോൾ ചിക്കൻ റെഡിയാവും. ഈ ഉണ്ണി പൊട്ടാത്ത ബുൾസൈ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ബുൾസൈൽ ഉണ്ണി പൊട്ടിപ്പോയി. ഉള്ളത് കൊണ്ടോണം പോലെ. അയ്യോ, അല്ല ഞാൻ വിട്ടേക്കും. പോട്ടെ, വീണ്ടും പാക്കല.
ബൈ.